എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. നമസ്കാരം. ഓ ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എന്റെ ഈ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. എന്നിട്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്കി. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. അതിന് ഞാൻ എന്ത് വേണം? എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കോ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പല കമ്മിറ്റിയിലേക്കാണോ മത്സരിക്കാൻ പോകുന്നത്? നിങ്ങൾ നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത്, അതാദ്യം മനസ്സിലാക്കുക. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. നിയമസഭയിൽ പോകുന്ന ഒരാൾ പറയേണ്ട കാര്യങ്ങളാണോ ഇത്? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തെന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ഉണ്ടാവണം. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. വീഡിയോ നന്നായിട്ടുണ്ട്, പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാവർക്കും ബാധകമാണ്. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന ഒരു ഡോക്യുമെന്റാണ്. ഏതാണ്ട് ഈ ഡോക്യുമെന്റിന്റെ ഒരു ഭാഗത്ത് ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് ഒരു തലക്കെട്ടുണ്ട്. അതിൽ തന്നെ ഡോൺസ് അഥവാ ചെയ്തുകൂടാത്ത കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ 22 പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അതിൽ പല പോയിന്റ്സുമായിട്ടും പല നിർദ്ദേശങ്ങളുമായിട്ടും ഈ വീഡിയോ അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല. ഉദാഹരണത്തിന് 9ാമത്തെ നിർദ്ദേശം പരിശോധിക്കുകയാണെങ്കിൽ ടെമ്പിൾസ് അഥവാ അമ്പലങ്ങൾ, ചർച്ചസ്, ക്രിസ്ത്യൻ പള്ളികൾ, മോസ്ക്, മുസ്ലിം പള്ളികൾ, ഗുരുദ്വാരകൾ തുടങ്ങിയ ആരാധനാലയങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറയുന്നത്. നോട്ട് ദാറ്റ് പോയിന്റ്. പറഞ്ഞല്ലോ, ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അതിന്റെ ജീവിതം. പക്ഷേ അതായത് പാട്ട് വയ്ക്കൽ, പോസ്റ്റർ ഒട്ടിക്കൽ, മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം 5ാമത്തെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. അതായത് വോട്ടർമാരുടെ മതം, ജാതി ഇതൊന്നും പറഞ്ഞുകൊണ്ട് വോട്ട് തേടരുത്. അത് ശരിയാ. ഈ വീഡിയോയിൽ വളരെ ഓപ്പണായിട്ടാണ് മതം പറഞ്ഞുകൊണ്ട് പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. അത് അപ്പൊ തോന്നിയ ഒരു ബുദ്ധിയല്ല, തെമ്മാടിത്തരം. ഇതാണ് നിന്റെയൊക്കെ സംസ്കാരം. ഇനി 6ാമത്തെ നിർദ്ദേശം കൂടി ഓർമ്മിപ്പിക്കാം. അതിൽ പറയുന്നത് വ്യത്യസ്ത മത, ജാതി വിഭാഗങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണമോ പ്രവർത്തികളോ പാടില്ല. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? പെരുമാറ്റച്ചട്ടത്തിൽ മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 123ാം വകുപ്പ് അനുസരിച്ച് വിലക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ മതവും മതചിഹ്നങ്ങളും ഉപയോഗിച്ചിട്ടുള്ള വോട്ട് അഭ്യർത്ഥന. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. എന്തിനാ സാറേ അതൊക്കെ ഇവിടെ പറയണേ? അങ്ങനെ ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തെരഞ്ഞെടുപ്പ് പോലും അസാധുവാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ മാതൃകാ പെരുമാറ്റച്ചട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സ്ഥാനാർത്ഥിക്കോ മാത്രം ബാധകമായ ഒന്നല്ല. എല്ലാ പാർട്ടികൾക്കും പ്രവർത്തകർക്കും അത് ബാധകമാണ്. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഏത് കാര്യത്തിലാ പരാതി പോയിട്ടുള്ള പറഞ്ഞോ? നിങ്ങളെ ഏത് കാര്യമെന്ന് പറഞ്ഞോ? ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. ആർക്കും പരാതിയില്ലല്ലോ. വർഗീയ പരാമർശം നടത്തിയ BJP നേതാവ് B. ഗോപാലകൃഷ്ണനെതിരെ കേസെടുത്തു. തളിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കറുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ, ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥിയുമായ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. ഒരു ഹിന്ദു MLA വേണം ഗുരുവായൂർ എന്ന പരാമർശം അടങ്ങുന്ന ഈ വീഡിയോയാണ് ഗോപാലകൃഷ്ണനെതിരെ നടപടിക്ക് കാരണമാകുന്നത്. അതിൽ എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു കലാപത്തിനിരയാക്കുന്ന തരത്തിലുള്ള പ്രൊവക്കേഷൻ, ഒരു പ്രകോപനം ഉണ്ടാക്കുക എന്നതാണ്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അത് പ്രകാരമാണ് ഇപ്പോൾ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഏതായാലും
ഇനി മേല ഇമാതിരി പോക്കൃതം കാണിക്കണം. അങ്ങനെയാ കഴപ്പങ്ങ് തീർന്നു കിട്ടി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.